ഹായ് ഓൾ. നമുക്ക് വിമൺ എംപവർമെൻറ്റിനെ കുറിച്ച് നമുക്ക് ഈ പ്രാവശ്യം ഒന്ന് നോക്കാം. ആക്ച്വലി വിമൺ എംപവർമെൻറ്റിൽ വിമൺ ഒരുപാട് പേര് ഇന്ന് ലീഡർഷിപ്പിലേക്ക് വരുന്നുണ്ട്. വിമൺ എംപവർമെൻറ്റിൽ നമ്മൾ കൂടുതലും ശ്രമിച്ചു തുടങ്ങേണ്ട അവരുടെ കൊച്ചു കുട്ടികളായിരിക്കും പോലെ പേരൻസാണ്. അപ്പം പേരൻസിന് അവർക്കൊരു ഫീലിംഗ് കുട്ടികൾക്ക് കൊടുക്കണം. ആ ഇക്വാളിറ്റി, ഇതെല്ലാം വാല്യൂസ് എല്ലാം അവരെ എംപവർ ചെയ്യേണ്ടത് അവരുടെ ഏർലി ചൈൽഡ്ഹുഡിലെ മനസ്സിനകത്തൊക്കെയാണ്. അപ്പോൾ എപ്പോഴും ആൺകുട്ടികളുടെ എഹെഡ് ആണെന്ന് തന്നെ ഒരു ബോധം അവർക്ക് കൊടുക്കണം. അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല, അത് ബ്രേക്ക് ചെയ്ത് തന്നെ വിടണം. ഏത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും അതിനെ തട്ടി മാറ്റി പോകാനുള്ളൊരു കഴിവ് ഈ പറഞ്ഞ വളരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പെൺകുട്ടികളുണ്ടാകുക. അപ്പോൾ അത് പിന്നെ കുട്ടിയുടെ വാസന ഏതിലാണ് വരുന്നത്. ഇപ്പോൾ ഫീമെയിൽ ആന്ത്രപ്രനേഴ്സൊക്കെ ഇപ്പോൾ ലോകത്ത് ഒരുപാട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ സക്സസ് സ്റ്റോറീസ് ഓഫ് ആന്ത്രപ്രനേഴ്സ് പടമൊക്കെ കാണിച്ച്, അതേപോലെ തന്നെ വിമൺ ഇൻ സ്റ്റേം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന സയൻസ്, ടെക്നോളജി, എൻജിനീയറിങ് ആൻഡ് മാത്തമാറ്റിക്സ്, ഈ ഏരിയയിലൊക്കെ അൺപ്രസിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് സ്ത്രീകൾ കയറി വരുന്നുണ്ട്. വളരെ രസകരമെന്ന് പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഭരിക്കുന്ന സ്ത്രീകളാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഈ ചാമ്പ്യനിങ് ജെൻഡർ ഇക്വാളിറ്റി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അറിവ് തുടങ്ങുമ്പോൾ 2 വയസ്സിലും 3 വയസ്സിലൊക്കെ നമുക്ക് തുടങ്ങണം. ഇനി അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പിന്നെ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഗേൾ ചൈൽഡ്. അപ്പോൾ അതിനെ അവർ മനസ്സുകൊണ്ട് കരുത്തരാക്കണം. പിന്നെ നമുക്ക് ഈ എംപവർമെൻറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ വളരെ കൂടുതൽ അത്യാവശ്യമാണ്. മറ്റേത് കൾച്ചറിനകത്ത് തന്നെ ഉണ്ട്. ഡെവലപ്പിംഗ് നേഷൻസിൽ പ്രത്യേകമായിട്ട് പേരൻസ് ഈ ഒരു ഇൻട്രസ്റ്റ് എടുക്കണം. പിന്നെ ഈ ഷിഫ്റ്റിംഗ് കൾച്ചറൽ നോംസ്, ഒരു ട്രഡീഷണൽ അവസ്ഥയിൽ ഒരു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷനിൽ നിന്ന് മാറ്റിയിട്ട് വളരെ വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഗേൾസിൻ്റെ മൈൻഡിനെ വളരെ ചെറുപ്പത്തിലെ, അതുപോലെ തന്നെ കുട്ടികൾ വളർന്നു കഴിയുമ്പം അവർക്കൊരു ഈക്വൽ പേ അഡ്വക്കസി അവർക്ക് മനസ്സിലുണ്ടാകണം. പേയ്ക്കകത്തൊന്നും ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. വിമൺ ഇൻ പോളിറ്റിക്സ് ഒത്തിരി പേര് ഇപ്പോൾ വരുന്നുണ്ട്. നല്ല ഭരണകർത്താക്കളുമാണ്. അപ്പം നല്ല ഓഫീഷ്യൽസ് വരുന്ന എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ്, നല്ല പ്രൊഫഷണൽ കോഴ്സുകൾ, എഡ്യൂക്കേഷൻ ഗ്ലോബലി പോയി പഠിക്കാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ്, പിന്നെ ഈ ജീവിതത്തിൽ സാധ്യതകൾ കണ്ടെത്താനുള്ള, അച്ചീവ്മെൻറ്റ്സ് കണ്ടെത്താനുള്ള സ്ട്രാറ്റജീസ്. അപ്പോൾ വിമണിനെ വർക്ക് പ്ലേസിൽ നമുക്ക് പ്രത്യേകമായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള എല്ലാ നിയമങ്ങളും ഉണ്ട്. അപ്പോൾ അവർ പ്രത്യേകമായിട്ട് ഫൈറ്റ് ചെയ്യാതെ തന്നെ തീർച്ചയായിട്ടും അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ വിമൺ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസ് വേണം. അപ്പോൾ സാധാരണ ഇൻഡസ്ട്രിയൊക്കെ ആ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിമൻസ് ഹെൽത്തിൽ അപ്പോൾ അതിനകത്ത് നല്ല സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ഇന്നിപ്പോൾ മീഡിയയ്ക്കകത്ത് ഒരുപാട് റെപ്രസെൻറ്റേഷൻ വിമണ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് എല്ലാ മേഖലയിലും വേണം. പിന്നെ മദർഹുഡിനകത്ത് ഒക്കെ സൊസൈറ്റിക്കൊരു കരുതലും സപ്പോർട്ടും വേണം. വിമൺ ഇൻ ആർട്സ്, അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ് ലിറ്ററേച്ചറിനകത്ത്, മ്യൂസിക്കിനകത്ത്, അതുപോലെ തന്നെ ഒരു ഇൻക്ലൂഷൻ, ടെക്നോളജി ഇൻക്ലൂഷൻ വരണം. ഇപ്പോൾ നിങ്ങൾക്കറിയാം പാർലമെൻറ്റിലൊക്കെ വിമൺ റിസർവേഷൻസിന് വേണ്ടിയിട്ട് വളരെ കാര്യമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോബൽ വിമൺ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻഷ്യൽ വിമൺ ഒരുപാട് അറൗണ്ട് ദ വേൾഡ് ഉണ്ട്. പിന്നെ ബിൽഡിംഗ് കോൺഫിഡൻസ് ഇൻ ഗേൾസ്. അപ്പോൾ എല്ലാ സ്ഥലത്തും സ്കൂൾ ടീച്ചേഴ്സിനെ പ്രത്യേകം ബോധവൽക്കരിക്കണം, യങ് ഗേൾസിൽ മനസ്സിലാക്കാനായിട്ട്. വിമൺ ഇൻ സ്പോർട്സ്, അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യണം. ഇൻ്റർസെക്ഷണലി വിമൺ എംപവർമെൻറ്റ്, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഡിഫറൻസ് തോന്നിക്കരുത്. പിന്നെ അഡ്വക്കസി ഫോർ റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്നൊവേഷൻസ്, ഫീമെയിൽ ഇന്നൊവേറ്റേഴ്സ്, അതിനെ പ്രത്യേകം അക്നോളജ് ചെയ്യണം. ലീഗൽ റിഫോംസ് ഫോർ വിമൻസ് റൈറ്റ്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഫൈനാൻഷ്യൽ എംപവർമെൻറ്റ്, ഇപ്പോൾ ഇത് സ്ത്രീകളിലാണ് നടക്കണം. വയസ്സുകാലത്ത് ജീവിക്കാനുള്ളതും കണ്ടുവെക്കണം. പിന്നെ അതുപോലെ തന്നെ
ഇതിനെല്ലാം പേരൻ്റൽ ഇൻവോൾവ്മെൻറ്റ് കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പേരൻസ് കൊടുക്കുന്നതാണ് അവരുടെ മനസ്സിൻ്റെ ഫ്രെയിം. ഇത് നമുക്ക് വിമൺ ഇൻ മിലിറ്ററി, എയർഫോഴ്സ്, നേവി ഇവിടെയൊക്കെ അവർക്ക് കാര്യമായ റോളുകളായി. പിന്നെ അപ്പോൾ അത് കുറച്ചുകൂടെ യൂണീക്കായി. കോർപ്പറേറ്റ് മേഖലയിൽ ബോർഡിനകത്ത് വിമൺ ഉണ്ടാകുക എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഇതിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. പിന്നെ റൂറൽ ഏരിയാസിൽ അവർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ, ഇങ്ങനെ ഓരോ മേഖലയിലും അവർ വീണ്ടും വീണ്ടും എൻവയറമെൻ്റൽ ആക്ടിവിസത്തിനകത്ത് വിമൺ മുന്നോട്ട് വരുന്നു. ഡിജിറ്റൽ ഇൻക്ലൂഷനിൽ വിമൺ വരുന്നു. പിന്നെ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് വിമൺ ഇപ്പോഴത്തെ അത് അംഗീകരിച്ചിട്ടുണ്ട്. വിമൻസ് ആക്സസ് ടു ഹെൽത്ത് കെയർ വളരെ ഇതായിട്ട്. പിന്നെ ഫൈറ്റിംഗ് ഡിസ്ക്രിമിനേഷൻ നിയമമെല്ലാം സ്ത്രീകളുടെ കൂടെ തന്നെയുണ്ട്. പിന്നെ സോഷ്യൽ ആന്ത്രപ്രണർഷിപ്പ് വിമണിന് വേണ്ടി പ്രത്യേകം ചെയ്തിട്ടുണ്ട്. പിന്നെ വിമൺ ഇൻ ഹ്യൂമൻ റൈറ്റ് അഡ്വക്കസി നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വിമൺ എംപവർമെൻറ്റ് ഇൻ കോൺഫ്ലിക്റ്റ് സോൺസിൽ വിമണിന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട്. അതുപോലെ തന്നെ LGBTQ വിമൻസ് അവിടെ എംപവർമെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ടിങ് വിമൻസ് അക്കാഡമിക് റിസർച്ച് ഒരുപാട് മേഖലയിൽ. വിമൺ ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രം ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ ഫീമെയിൽ ഡിപ്ലോമാറ്റ്സ് ആൻഡ് ഗ്ലോബൽ ലീഡർഷിപ്പ് ഒക്കെ വളരെ നല്ല രീതിയിൽ. വിമൺ ഇൻ ടെക് ലീഡർഷിപ്പ്, ടെക്നോളജിയിലകത്ത് ഒരുപാട് മുന്നേ വരുന്ന ഗ്ലോബലി ഉള്ള ഒരുപാട് CEOs ഉണ്ട് വിമൺ. പിന്നെ ഇൻ്റർ ജനറേഷൻ ഡയലോഗ് ഇൻ വിമൺസ് ഇഷ്യൂസ് അതൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. പിന്നെ ആക്സസ് ടു ക്ലീൻ വാട്ടർ ഇൻ റൂറൽ ഏരിയാസ്, സാനിറ്റേഷൻ ഫോർ വിമൺ, ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അവിടെ എല്ലാം ചർച്ച ചെയ്ത് നമ്മൾ എംപവർ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ വിമൻസ് എംപവർമെൻറ്റ് ത്രൂ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ അവർക്ക് കാര്യമായ റോളും ഇക്കണോമിക് എംപവർമെൻറ്റും കൊടുക്കണം. പിന്നെ വിമൻ എംപവർമെൻറ്റ് ഇൻ ഏജിങ് പോപ്പുലേഷൻ അത് വളരെ വളരെ കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. അവർക്ക് ജീവിക്കാനായിട്ട് അവർ നേരത്തെ തന്നെ അവർക്ക് റിസോഴ്സസ് കരുതി വെച്ച് 70-ലും 80-ലും 90-ലും ജീവിക്കാനുള്ള വരുമാനം വരണം. പിന്നെ അതുപോലെ തന്നെ വിമൻസ് എംപവർമെൻറ്റ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് വിമൺ എല്ലാവരും 100% എന്ന് ഞാനങ്ങനെ പറയുകയല്ല. വിമൺ ഒരുപാട് തെറ്റിദ്ധാരണകൾ കൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ലോയെ എടുത്ത് മിസ്യൂസ് ചെയ്യുന്ന വിമണുണ്ട്. ചെറിയ സംസാരത്തിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഭർത്താവിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹോദരങ്ങളുടെ എല്ലാം പേരിൽ കേസ് കൊടുത്ത് അവരെയൊക്കെ ജയിലിലാക്കുക, ഇങ്ങനത്തെ കേസുകൾ നടക്കാറുണ്ട്. പിന്നെ ചിലപ്പം ഈ പറഞ്ഞ നല്ല ആൾക്കാർ മെന്നുണ്ട്, വിമണുണ്ട്. മോശം ആൾക്കാർ മെന്നിലും വിമണിലും ഉണ്ട്. ചിലപ്പം അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ആൾക്കാർ, കറപ്ഷൻ നടത്തുന്ന ആൾക്കാർ, ടിറനി നടത്തുന്ന ആൾക്കാർ, ദൂർത്ത് നടത്തുന്ന ആൾക്കാർ, ഇതെല്ലാം എല്ലാ ഭാഗത്തും ഉണ്ട്. അതൊക്കെ ഒരു ചെറിയൊരു പെർസെൻ്റാണ്. അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ പൊതുവേ വിമൺ ഒരു സോഫ്റ്റ്വെയർ ടച്ച് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മോശമായിട്ടുള്ളവരെ നിയമം ആ രീതിയിൽ തന്നെ കരുതുകയും വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന നിയമവ്യവസ്ഥ ഇത്തരം കേസുകളിൽ വളരെ ഡ്യൂ കെയർ എടുത്തതിന് ശേഷമാണ് ആ നിയമത്തിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പം ഇതിനൊന്ന് ബാലൻസ് ചെയ്ത് പോകണം. മിസ്യൂസ് ചെയ്യപ്പെടാനായിട്ട് പാടുമില്ല. ഇല്ലെങ്കിൽ ടിറനിയിലേക്ക് വിമൺ ആയതുകൊണ്ട് എന്തും ചെയ്യാം, ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം എന്നുള്ളൊരിതിലോട്ട് വലിയ അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അധികാരങ്ങൾ ആരുടെ മുകളിൽ വേണേലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു SP-യോ DGP ഒക്കെയാണ്, അതുകൊണ്ട് വിമണാണ്, എനിക്ക് അപ്പം ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. ആ ഒരു രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനൊരു വിമൺ സീനിയർ ഒഫീഷ്യലിൻ്റെ സ്പീച്ച് കേട്ടു. അപ്പോൾ അവർ തന്നെ വീഡിയോയ്ക്കകത്ത് പറയുവാണ്, അവർ തന്നെ എടുത്ത ഡിസിപ്ലിനറി എടുത്തുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് കഴിഞ്ഞാൽ അറിയാം അത് ഇല്ലീഗലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് നിയമത്തിൻ്റെ നോളജ് ഇല്ലാത്തതുകൊണ്ടാണ്. വാട്ട് ഷീ ഈസ് ഡൂയിങ് ഈസ് ഇല്ലീഗൽ. പക്ഷേ അതെങ്ങനെ ഉപയോഗിച്ച് അവർ മെന്നിനെ ഹരസ് ചെയ്തു, ഇല്ലെങ്കിൽ മെന്നിനെ ഡിസിപ്ലിൻ ചെയ്യാനായിട്ട് നോക്കി. പക്ഷേ വാട്ട് ഷീ ഈസ് ഡൂയിങ് ഈസ് ഇല്ലീഗൽ. അപ്പോൾ അങ്ങനെ വരരുത്, നമ്മൾ നിയമത്തിനകത്ത് നിന്നുകൊണ്ടായിരിക്കണം. പക്ഷേ എന്നാൽ പൊതുവെ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും എംപവർമെൻറ്റ് കിട്ടണം. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ആൾക്കാരെ കൃത്യമായിട്ട് അതിനെ കറക്റ്റ് ചെയ്യുകയും കറക്ഷണൽ മെക്കാനിസം കൂടെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ എംപവർ ചെയ്യാനായിട്ട് കഴിയട്ടെ. അത് നിങ്ങളുടെ ധർമ്മമായിട്ട് നിങ്ങൾ എടുക്കട്ടെ. മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനും പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.